ഹായ് കൂട്ടുകാരെ, കളി വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിംഹത്തിൻ്റെയും അതുപോലെ ഒരു ബുദ്ധിമാനായ മുയലിൻ്റെയും കഥ കേട്ടാലോ? എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഇന്നത്തെ കഥയിലോട്ട് പോവാം. ഇതൊരു കാട്ടിൽ നടന്ന സംഭവമാണ്. ഒരിടത്തിടത്ത് ഒരു സിംഹമുണ്ടായിരുന്നു. അവൻ കാട്ടിലെ രാജാവായിരുന്നു. അങ്ങനെ കാട്ടിലെ രാജാവായതുകൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളെയും വിളിച്ച് തനിക്ക് വിശപ്പ് മാറുന്നില്ല എന്നൊരു പറഞ്ഞു. അപ്പോൾ അവിടെ എല്ലാവരും കൂടി തീരുമാനിച്ചു, എല്ലാ ദിവസവും ഓരോ മൃഗങ്ങളെ വെച്ച് സിംഹത്തിന് തിന്നാൻ തരണമെന്നൊരു തീരുമാനം രാജാവ് എടുത്തു. അങ്ങനെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഓരോ ദിവസവും ഓരോ മൃഗങ്ങളായി സിംഹം തിന്നു. അങ്ങനെ സിംഹത്തിന് വിശപ്പും അടക്കി. അങ്ങനെ ഇരിക്കെ നമ്മുടെ ചിന്നുമുയലിൻ്റെ അവസരമെത്തി. ചിന്നുമുയലിൻ്റെ ചിന്നുമുയൽ മെല്ലെ മെല്ലെ അടുത്തേക്ക് പോയി. അത് കണ്ട് വിശന്നിരിക്കുന്ന നമ്മുടെ സിംഹത്തിന് ദേഷ്യം വന്നു. എന്താണ് നീ ഇത്ര മെല്ലെ വരുന്നത് എന്ന് ചോദിച്ചു. അത് അവശനായ പോലെയായിരുന്നു നമ്മുടെ മുയൽ പോയത്. അത് അവിടെ വേറൊരു സിംഹം എന്നെ ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞു. വേറൊരു സിംഹമോ? അതാരാ? അതെ, ഞാൻ വരുന്ന വഴിയാണെന്ന് പറഞ്ഞു. എന്നാൽ എനിക്കത് അവനെ കാണിച്ചതാ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബുദ്ധിശാലിയായ മുയൽ മെല്ലെ ഒരു കിണറ്റിൻ്റെ അരിയിലേക്ക് നമ്മുടെ സിംഹത്തിനെ കൊണ്ടുപോകും. ദാ ഇവിടെയാണ് കണ്ടത് എന്ന് പറയും. സിംഹം എത്തി നോക്കുമ്പോൾ സിംഹത്തിൻ്റെ തന്നെ നിഴൽ ആ വെള്ളത്തിൽ കാണുന്നുണ്ടായിരുന്നു. എടാ എന്ന് പറഞ്ഞ നമ്മുടെ സിംഹം അവനെ കടിക്കാനായി ചാടി. അങ്ങനെ സിംഹം കിണറ്റിലും പെട്ടു, നമ്മുടെ മുയൽ രക്ഷവും പെട്ടു. എങ്ങനെയുണ്ട് ഇന്നത്തെ കഥ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.